നമസ്കാരം. ഔട്ട് ഓഫ് ഫോക്കസിലേക്ക് സ്വാഗതം. വത്സൻ തില്ലങ്കേരിക്ക് കേരളത്തിൻ്റെ ആഭ്യന്തര വകുപ്പിൽ മുഖ്യമായ സ്ഥാനമുണ്ട് എന്നുള്ള ആരോപണം വളരെ നേരത്തെ ഉള്ളതാണ്. ഒരുപാട് വിഷയങ്ങൾ ഇക്കാര്യത്തിൽ വരികയും ചെയ്തിട്ടുണ്ട്. ഇന്ന് വീണ്ടും വത്സൻ തില്ലങ്കേരി ചിത്രത്തിലേക്ക് വരികയാണ്. കൂട്ട് മറ്റാരുമല്ല ADGP MR അജിത് കുമാർ. MR അജിത് കുമാർ കണ്ട RSS നേതാക്കളുടെ കൂട്ടത്തിൽ ഇപ്പോൾ വത്സൻ തില്ലങ്കേരിയുടെ പേര് കൂടി കൂട്ടിച്ചേർത്തിരിക്കുന്നു. വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ട് ആ സമയത്ത് വയനാടുണ്ടായിരുന്ന അജിത് കുമാർ വത്സൻ തില്ലങ്കേരിയുമായി 4 മണിക്കൂർ ചർച്ച നടത്തിയെന്നാണ് ഒരു മാധ്യമം ഇന്ന് റിപ്പോർട്ട് ചെയ്തത്. വത്സൻ തില്ലങ്കേരി ചർച്ച സമ്മതിക്കുന്നുണ്ടെങ്കിൽ തന്നെയും ഇത്ര നേരം ചർച്ച നടത്തിയെന്ന് അദ്ദേഹം സമ്മതിക്കുന്നുമില്ല. പക്ഷേ എന്താണ് MR അജിത് കുമാർ വത്സൻ തില്ലങ്കേരിയുമായി ചർച്ച നടത്തിയത് എന്നറിയാൻ എല്ലാവർക്കും ആകാംക്ഷയുണ്ട്. പക്ഷേ ഒരുപാട് പേരുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ഏറ്റവും കൂടുതൽ വത്സൻ തില്ലങ്കേരി. MR അജിത് കുമാർ ഒരു കില്ലാടി തന്നെയാണ്. MR അജിത് കുമാർ ഇത്തരത്തിലുള്ള പ്രധാനപ്പെട്ട ആളുകളുമായിട്ടെല്ലാം കൂടിക്കാഴ്ച നടത്തുകയും അവരുമായി അവരിൽ നിന്ന് ഫീഡ്ബാക്ക് എടുക്കുകയൊക്കെ ചെയ്യുന്ന ഒരാളാണ് എന്ന നിലയ്ക്കുള്ള വിശദീകരണമാണ് ഇപ്പോൾ MR അജിത് കുമാറിന് വേണ്ടി സംസാരിക്കുന്ന ആളുകൾ നൽകുന്ന ഒരു കാര്യം. നമുക്ക് ഈ അജിത് കുമാറിൻ്റെ എതിരെ ഉയർന്നു വരുന്ന ആരോപണങ്ങൾ, ഒപ്പം RSSുമായി അദ്ദേഹത്തിൻ്റെ ബന്ധം, ഇതിനെല്ലാം എടുക്കുന്നതിന് മുമ്പ് ഒരു കാര്യം നമ്മൾ കാണേണ്ടതുണ്ട്. ഈ പിണറായി വിജയൻ സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം 2 പ്രധാനപ്പെട്ട ഇവൻറ്റുകൾ എടുത്താൽ, ഒന്ന് ഈ തൃശ്ശൂർ പൂരം പോലുള്ള വലിയൊരു ഇവൻറ്റ് കലക്കുകയും അതിൽ സർക്കാരിനെതിരായിട്ട് വലിയതുള്ള വികാരം ഉണ്ടാക്കാൻ ശ്രമിക്കുകയും ചെയ്തെന്നാണ് നമ്മൾ കാണുന്ന ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തേത് വയനാട് ദുരന്തത്തിൽ എല്ലാവരും ഒരുമിച്ച് പ്രവർത്തിക്കുമ്പോൾ വളരെ പെട്ടെന്ന് അവിടുത്തെ ഭക്ഷണശാലകളെല്ലാം അടച്ചുപൂട്ടി സർക്കാരിനെതിരായ ഒരു വികാരം സൃഷ്ടിക്കാനുള്ള പണി നടക്കുന്നത് വലിയ പ്രശ്നമായിട്ട് മാറുകയും ഫൈനലി സർക്കാരിന് അതിൽ നിന്ന് പിന്നോട്ട് പോവുകയും ചെയ്യേണ്ടി വന്നു. പെട്ടെന്ന് സർക്കാരിന് മയപ്പെടേണ്ടി വന്നു. അതിൽ മറ്റൊരു പോലീസുകാരൻ്റെ പേര് പ്രത്യേകം പറയുകയും ചെയ്തിരുന്നു ഈ കലക്കിയതിൻ്റെ കാര്യത്തിൽ. യെസ്. അപ്പോൾ ഇതിനകത്ത് ഞാൻ പറഞ്ഞ പൊതു സ്വഭാവം ഉണ്ട് എന്നുള്ളതാണ് ആദ്യം കണ്ടത്. RSSനെ കണ്ടതിലേക്ക് വരുന്നതിന് മുമ്പ് കാണേണ്ട കാര്യം, ഇതിനെല്ലാം പൊതു സ്വഭാവം ഉണ്ട്. വെച്ചാൽ തൃശ്ശൂർ പൂരം പോലെ ഒരു സ്ഥലത്ത് സർക്കാർ ഹിന്ദു മതവികാരത്തിന് എതിരായിട്ട് പ്രവർത്തിക്കുന്നു എന്നൊരു ഫീൽ ഉണ്ടാക്കുക. വയനാട് പോലെ സ്ഥലത്ത് എല്ലാവരും വളരെ വൈകാരികമായി ഒന്നിച്ചു നിൽക്കുന്ന ഒരു സ്ഥലത്ത് സർക്കാർ കുഴപ്പമാണെന്നൊരു ഫീൽ ഉണ്ടാക്കി സർക്കാരിനെ അൺപോപ്പുലർ ആക്കാനുള്ള ശ്രമം നടക്കുക. ഇത് ആസൂത്രിതമായി സംഭവിക്കുന്നതാണെന്ന് വിചാരിക്കാൻ നമ്മുടെ മുമ്പിൽ പല കാരണങ്ങളുണ്ട്. കാരണം ഇപ്പോൾ ഇതിനകത്ത് തൃശ്ശൂർ പൂരത്തിൻ്റെ കാര്യത്തിലായാലും സാധാരണ നിലയ്ക്ക് എല്ലാ വർഷവും തൃശ്ശൂർ പൂരം നടന്നുകൊണ്ടേയിരിക്കുന്ന ഒരു കാര്യമാണ്. നടന്നുകൊണ്ടിരിക്കുന്ന സംഘത്തിലേക്ക് പലപ്പോഴും പല നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്താറുണ്ട്. തൃശ്ശൂർ പൂരം വലിയ ഇവൻ്റ് ആയതുകൊണ്ട് പല ഡിപ്പാർട്ട്മെൻറ്റുകൾ പലതരത്തിലുള്ള സർക്കുലറുകളും മാനദണ്ഡങ്ങളും പുറത്തിറക്കാറുണ്ട്. അവയെല്ലാം പാലിച്ചും പരസ്പരമുള്ള സഹകരണം ഉറപ്പാക്കിക്കൊണ്ടാണ് പ്രവർത്തിക്കുന്നത്. ഇത്തവണ മാത്രം പക്ഷേ അത് കൂടുതൽ അപകടത്തിലേക്ക് പോവുകയും കൂടുതൽ നിസ്സഹകരണ പ്രഖ്യാപനങ്ങൾ വരികയും പൂരം നിർത്തിവെക്കുകയും പോലുള്ള അസാധാരണമായ ഡെവലപ്മെൻറ്റ്സിലേക്ക് അത് പോയി. ഇവിടേക്ക് വന്നാൽ ആദ്യത്തെ 4-5 ദിവസം ഒരു പ്രശ്നവുമില്ലാതെ രക്ഷാപ്രവർത്തനവും ഭക്ഷണ വിതരണവും എല്ലാം സുഗമമായി പുരോഗമിച്ചുകൊണ്ടിരിക്കെ വളരെ പെട്ടെന്നൊരു ദിവസം പോലീസ് വന്ന് മുസ്ലിം യൂത്ത് ലീഗ് പ്രവർത്തകർ നടത്തിക്കൊണ്ടിരുന്ന ഈ ഷോപ്പ് അടയ്ക്കണം, അത് നിങ്ങളുടെ അടുക്കള അടയ്ക്കണം എന്ന് ആവശ്യപ്പെടുകയും ഒരു പെട്ടെന്നൊരു കുഴപ്പമുണ്ടാക്കുകയും ചെയ്യുകയാണ്. അത് ഭയങ്കരമായി ബാക്ക്ഫയർ ചെയ്തു. അപ്പം ഇത് ഈ സർക്കാരിനെ, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഈ സർക്കാരിനെ ജനങ്ങൾക്കിടയിൽ തകർക്കാൻ, അതിൻ്റെ പ്രതിച്ഛായ ഇല്ലാതാക്കാൻ, അവമതിപ്പുണ്ടാക്കാൻ ആസൂത്രിതമായ പ്രവർത്തനം നടക്കുന്നു എന്ന ഒരു പോയിൻ്റ് അവിടെ മുന്നിൽ നിർത്തിക്കൊണ്ട് വേണം നമ്മൾ ഈ കൂടിക്കാഴ്ചയെ എല്ലാം കാണാൻ. വത്സൻ തില്ലങ്കേരിയെ കണ്ടത് 4 മിനിറ്റ് മാത്രമാണെന്ന് വത്സൻ തില്ലങ്കേരി പറയുന്നു. 4 മണിക്കൂർ കണ്ടുവെന്നാണ് ആക്ഷേപം. വത്സൻ തില്ലങ്കേരിയെ കണ്ടത് ഈ ഒരു സംഭവത്തെ മാത്രം മുൻനിർത്തിക്കൊണ്ട് വേണമെങ്കിൽ അവിടെ വെച്ച് ആംബുലൻസിൻ്റെ പാസേജുമായി ബന്ധപ്പെട്ട തർക്കം അത് പരിഹരിക്കാൻ കണ്ടതാണെന്ന് പറഞ്ഞാൽ നമുക്ക് വിശ്വസിക്കാമായിരുന്നു, വേണമെങ്കിൽ നിഷ്കളങ്കമായി. പക്ഷേ ശബരിമലയെക്കുറിച്ച് നമ്മൾ ഓർക്കണം. ശബരിമലയിൽ വലിയ പ്രശ്നമുണ്ടാകുമ്പോൾ അത് പരിഹരിക്കാൻ കേരളത്തിലെ പോലീസിന് ശേഷിയുണ്ടായിട്ടും ഈ വന്നിട്ടുള്ള ആളുകളെ മുഴുവൻ നിയന്ത്രിക്കാൻ പോലീസ് ആരെ ഏൽപ്പിക്കുന്നു? വത്സൻ തില്ലങ്കേരിയെ ഏൽപ്പിക്കുന്നു. പോലീസ് RSSൽ വിശ്വാസം അർപ്പിക്കുന്നു, ഹിന്ദുത്വ സംഘങ്ങളിൽ വിശ്വാസം അർപ്പിക്കുന്നു, പോലീസിൻ്റെ മൈക്ക് അവർക്ക് കൊടുക്കുന്നു. അതുവഴി വത്സൻ തില്ലങ്കേരി ആളുകളോട് ആഹ്വാനം ചെയ്യുന്നു, അങ്ങനെ അത് പരിഹരിക്കുന്നു. അപ്പോൾ അത് കാണുന്ന ചിത്രം എന്താണ്? വിശ്വാസികളുടെ റെപ്രസെൻറ്റേഷനായിട്ട് വത്സൻ തില്ലങ്കേരിയെ പ്രതിഷ്ഠിക്കുക, കേരളത്തിലെ വിശ്വാസികൾ, ശബരിമല ഭക്തർ അവരുടെ മുഴുവൻ ആളായിട്ട് വത്സൻ തില്ലങ്കേരിയെ ആളുകൾക്ക് മുമ്പിൽ അവതരിപ്പിക്കാൻ വലിയ ഭയങ്കര ഒരു പ്രോജക്റ്റ് അവിടെ നടപ്പിലാക്കപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് വത്സൻ തില്ലങ്കേരിയെ കണ്ടു എന്നതിനെ ഒരു നിലയ്ക്കും നിഷ്കളങ്കമായി എടുക്കാൻ പറ്റുന്നതാണെന്ന് എനിക്ക് തോന്നുന്നില്ല. നിരന്തരമായി RSSകാർക്ക് പോലീസിലെ പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥരുമായി കൂടിക്കാഴ്ച നടത്താനും അവരുടെ ആശയ പദ്ധതികൾ ഡിസ്കസ് ചെയ്യാനും കഴിയുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ശബരിമലയെക്കുറിച്ച് പറയുമ്പോൾ പ്രത്യേകമായി കാണേണ്ട ഒരു കാര്യം, ശബരിമലയിലേക്ക് രഹന ഫാത്തിമ എന്ന് പറഞ്ഞ സ്ത്രീ അവിടെ ദർശനം നടത്താൻ വന്നപ്പോൾ അവരെയും കൊണ്ട് ഏറ്റവും മുകളിൽ വരെ പോയതാണ് പോലീസ് നോക്കണം. അതുണ്ടാക്കിയിട്ടുള്ള ഒരു ഭൂകമ്പാവസ്ഥ നമുക്ക് ഓർമ്മയുണ്ട്. അവസാനം സർക്കാർ നേരിട്ടിടപെട്ടാണ് അത് തടഞ്ഞത്.
പോലീസ് വലിയ തോതിൽ RSS പ്രോജക്റ്റ് നടപ്പിലാക്കാൻ ശ്രമിക്കുകയും അതിൻ്റെ ഭാഗമായി പ്രവർത്തിക്കുകയും ചെയ്യുന്നുണ്ടെന്നുള്ള സംശയം ഓരോ ദിവസവും കൂടിക്കൂടി വരുമ്പോഴും പോലീസ് RSS പോലുള്ള ചോദ്യങ്ങളിൽ നിന്ന് പൂർണ്ണാർത്ഥത്തിൽ വിട്ടു നിൽക്കുകയോ മറുപടി വരാതിരിക്കുകയോ ചെയ്യുകയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ഇനി വേണമെങ്കിലും ആത്യന്തികമായി ഇതിൻ്റെ എല്ലാം റിസൾട്ട് എന്താണ്? ഇതിൻ്റെ എല്ലാം റിസൾട്ട് ഒന്ന് മാത്രമാണ്, ഉദ്യോഗസ്ഥരെ നിങ്ങൾക്ക് RSSകാരെ കാണാം, കാണുന്നതിലൊരു പ്രശ്നവുമില്ല. ഇപ്പം തന്നെ ഏതോ അന്വേഷണ റിപ്പോർട്ടിന് വെയിറ്റ് ചെയ്യണം, അദ്ദേഹത്തെ അവിടെ നിന്ന് മാറ്റാൻ വേണ്ടി മാത്രം. അന്വേഷണ റിപ്പോർട്ട് ഗൗരവതരമാണെങ്കിൽ അദ്ദേഹത്തെ അവിടെ നിന്ന് ഇങ്ങോട്ട് മാറ്റി വേറെ സ്ഥലത്ത് വയ്ക്കും. എന്നാലും സർക്കാർ നൽകിക്കൊണ്ടിരിക്കുന്ന സന്ദേശം RSSകാരെ കാണുന്നതിൽ പ്രശ്നമില്ല, കണ്ടോളൂ, ചർച്ച ചെയ്തോളൂ, നിങ്ങൾ തീരുമാനം എടുത്തോളൂ എന്ന മട്ടിലാണ് ഗവൺമെൻറ് പോകുന്നതെന്ന് കാണണം. അജിംസ്, ഈ രാംമാധവ് അടക്കമുള്ള RSS നേതാക്കളെ MR അജിത് കുമാർ നേരിട്ട് കണ്ടു എന്നാണ് പറയുന്നത്. എന്തെങ്കിലും ഒരു പദ്ധതി നടപ്പിലാക്കാൻ നേരിട്ട് കാണേണ്ട ആവശ്യമൊന്നുമില്ല. ഇക്കാലത്ത് കമ്മ്യൂണിക്കേഷൻ ഏത് വിധേനയും നടക്കും. പക്ഷേ എന്നിട്ട് ഇവർ കാണുന്നു. അങ്ങനെ കാണുന്നുണ്ടെങ്കിൽ കാണാത്ത കൂടിക്കാഴ്ചകൾ, നേരിട്ട് കാണാത്ത കൂടിക്കാഴ്ചകൾ എത്രയോ നടന്നിട്ടുണ്ട് എന്നതിൻ്റെ അർത്ഥം. എൻ്റെ ചോദ്യം എന്തിനാണ് കാണുന്നതെന്നുള്ള, കാരണം RSS എന്ന് പറയുന്നത് ഒരു രാഷ്ട്രീയ പാർട്ടിയല്ല, അവരൊരു ചാരിറ്റബിൾ ഓർഗനൈസേഷൻ അല്ല, അവർ ഏതെങ്കിലും രക്ഷാദൗത്യ പ്രവർത്തനത്തിൻ്റെ രംഗത്ത് പ്രവർത്തിക്കുന്ന ഒരു സംഘടനയല്ല. അവർക്ക് അതിനുള്ള വിങ്ങൊക്കെ ഉണ്ടാവും, ഇപ്പോൾ സേവാഭാരതിയൊക്കെ ഉണ്ടാവും, അതൊക്കെ ശരി തന്നെയാണ്. ഒരു സംസ്ഥാനത്തെ ക്രമസമാധാന ചുമതലയുള്ള ADGP എന്തിനാണ് RSS നേതാക്കളെ കാണുന്നതെന്ന് ചോദിക്കുമ്പോൾ ക്രമസമാധാനവും ഈ കൂടിക്കാഴ്ച തമ്മിലുള്ള ബന്ധം എന്താണ് എന്നാണ് എൻ്റെ ക്വസ്റ്റ്യൻ. കാരണം RSS തന്നെ ഒരു ക്രമസമാധാന പ്രശ്നം ഉണ്ടാകുന്ന സംഘടനയാണ്. കേരളത്തിൽ RSS ക്രമസമാധാന പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട്. RSS പ്രവർത്തകർ പ്രതികളാവുന്ന നിരവധി കൊലപാതക കേസുകൾ ഇപ്പോഴും കേരളത്തിലെ കോടതികളിൽ വിചാരണ നടന്നുകൊണ്ടിരിക്കുകയാണ്. ശരിയാണല്ലോ. അപ്പോൾ അതിൻ്റെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി പോയി കാണുന്നത് എന്തിനാണ്? ആ കേസൊക്കെ അന്വേഷിക്കുന്നത് ഇദ്ദേഹത്തിന് കീഴിലുള്ള ഈ ADGPയുടെ കീഴിലുള്ള ഉദ്യോഗസ്ഥരാണ്. ഞാൻ ഒരു കാര്യം കിട്ടേ, ഇവർ രാഷ്ട്രീയ പാർട്ടിയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം, രാഷ്ട്രീയ പാർട്ടിയായിട്ട് ആണ് ചർച്ചയെങ്കിൽ നമുക്കത് മനസ്സിലാക്കാം, അവർക്കിപ്പോൾ ജനപ്രതിനിധികളുണ്ട്. RSS അങ്ങനെയൊന്നും അല്ലല്ലോ. ഇനി വത്സൻ തില്ലങ്കേരിയെ കാണാമെന്നിരിക്കട്ടെ. ഈ വത്സൻ തില്ലങ്കേരി ആരാണ്? അപ്പോൾ നമ്മൾ പലതരം RSS നേതാക്കളെ പറ്റി കേട്ടിട്ടുണ്ട്. ഇപ്പോൾ R ഹരി, പരമേശ്വരൻ, അങ്ങനെയുള്ള പല പേരുകൾ കേട്ടിട്ടുണ്ട്. അവരൊക്കെ എഴുത്തുകാരോ ലേഖനം എഴുതുന്നവരോ, എന്താ എഴുതുന്നുള്ള വേറെ കാര്യം. ഇതാണ്, ആരാണ് ഈ വത്സൻ തില്ലങ്കേരി? ഈ വത്സൻ തില്ലങ്കേരി എന്നുള്ള പേര് കേരളം കേൾക്കാൻ തുടങ്ങിയത് മുതലാണ്. കൂടുതലായിട്ട് ശബരിമല പ്രക്ഷോഭകാലത്താണ് അദ്ദേഹം പോലീസിൻ്റെ മൈക്ക് കയ്യിലെടുത്ത് പ്രക്ഷോഭകരടക്കി നിർത്തിയ സമയത്താണ് അദ്ദേഹത്തിൻ്റെ പേര് പ്രശസ്തമാകുന്നത്. അപ്പോൾ എന്തിനാണ് പോലീസിൻ്റെ മൈക്കിലൂടെ RSS നേതാവ് സംസാരിച്ചത് എന്നൊരു ചോദ്യം അനിൽ അക്കര MLA നിയമസഭയിൽ ഉന്നയിച്ചു. അന്നത്തെ ആഭ്യന്തരമന്ത്രി, ഇന്നത്തെ ആഭ്യന്തരമന്ത്രിയായ മുഖ്യമന്ത്രി പിണറായി വിജയൻ അതിന് കൊടുത്ത മറുപടി പ്രക്ഷോഭകരെ ശാന്തരാക്കാൻ വേണ്ടിയാണ് അത് ചെയ്തത് എന്നാണ്. അതെങ്ങനെയാണ് ഈ പോലീസിൻ്റെ മൈക്കിലൂടെ ഒരു RSS നേതാവിന് പ്രക്ഷോഭകരെ ശാന്തരാക്കാൻ കഴിയുമെന്നൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. ആ ക്വസ്റ്റ്യൻ ഉത്തരം കാണുന്നതിന് മുമ്പ് ആരാണ് വത്സൻ തില്ലങ്കേരി എന്നറിയണം. വത്സൻ തില്ലങ്കേരി ഈ ശബരിമല പ്രക്ഷോഭകാലത്ത് മൈക്ക് കയ്യിലെടുത്തപ്പോൾ പ്രശസ്തനല്ല. അതിനു മുമ്പ് അദ്ദേഹം കുപ്രസിദ്ധനാണ്. എവിടെ? അദ്ദേഹത്തിൻ്റെ ഹോം ഡിസ്ട്രിക്റ്റിൽ കണ്ണൂരിൽ ഇരിട്ടിക്കടുത്ത് ഒരു സ്ഥലത്താണ് അദ്ദേഹം ഒരു പാരലൽ കോളേജ് തുടങ്ങുകയാണ്. നേരത്തെ ഒരു പാരലൽ കോളേജ്, പ്രഗതി എന്നാണ് അതിൻ്റെ പേര്. ആ പേരിട്ടത് R ഹരിയാണ്, RSS നേതാവ് R ഹരിയാണ് ആ പേരിട്ടത്. അപ്പോൾ സാധാരണ ഒരു പാരലൽ കോളേജായിട്ട് തുടങ്ങിയ 70 80 തുടങ്ങിയ ഒരു പാരലൽ കോളേജ് വളരെ പെട്ടെന്ന് വലിയൊരു ഇൻസ്റ്റിറ്റ്യൂഷനായി മാറുന്നു. ആ ഇൻസ്റ്റിറ്റ്യൂഷൻ കേന്ദ്രീകരിച്ച് RSS പ്രചാരണമാണ് വത്സൻ തില്ലങ്കേരി നടത്തിക്കൊണ്ടിരുന്നത്. അപ്പോൾ വത്സൻ തില്ലങ്കേരിയുടെ പണി അധ്യാപനം മാത്രമാണോ? ആ പ്രഗതിയുടെ പ്രിൻസിപ്പലാണ് അദ്ദേഹം ഇപ്പോൾ പോലീസിലേക്കും സൈന്യത്തിലേക്കും ആളുകളെ റിക്രൂട്ട് ചെയ്യാൻ വേണ്ടി ട്രെയിനിങ് കൊടുക്കുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ ഈ മട്ടന്നൂർ ഇരിട്ടി ഭാഗത്തൊക്കെ ആയിട്ട് അദ്ദേഹം തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ ഈ മട്ടന്നൂരുകാരും ഇരിട്ടിക്കാരും ഇദ്ദേഹത്തിൻ്റെ പേര് കേൾക്കുമ്പോൾ പേടിച്ച് വർക്ക് ചെയ്യുന്നത്. ഒരു വിദ്യാർത്ഥി കാലത്ത് ഞാൻ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് എൻ്റെ ബന്ധുക്കളുണ്ട് അവിടെ ആ ഭാഗത്ത്. ഞാൻ ഈ പേര് കേട്ട് ഞാൻ പേടിച്ചിട്ടുണ്ട്. അതിൻ്റെ കാരണം എന്ന് വെച്ചാൽ ഞാൻ അവിടെയുള്ള സമയത്താണ്, ഒരു വെക്കേഷൻ അവിടെ പോയതാണ്. അവിടെ സമയത്ത് ഷിഹാബ് എന്ന മറ്റാണ് പേരുന്ന ഒരു ജീപ്പ് ഡ്രൈവറെ ബോംബ് എറിഞ്ഞു കൊന്നു. അപ്പോൾ വലിയ പ്രശ്നമാണ്. ആളുകളൊക്കെ നേരത്തെ വീട്ടിൽ കയറിയിരിക്കുന്നു, പുറത്തേക്ക് ഇറങ്ങുന്നില്ല. അപ്പോൾ എന്താ സംഭവം എന്ന് ചോദിക്കുമ്പോൾ എൻ്റെ ഒരു കസിൻ പറഞ്ഞാണ്, വത്സൻ തില്ലങ്കേരി എന്ന് പറഞ്ഞിട്ടൊരു ഗുണ്ടയുണ്ട് അവിടെ. അപ്പോൾ അവന് ഇത് പറഞ്ഞു തരാറില്ല, RSS എന്താണെന്ന് അവനറിയില്ല. അവരുടെ ടീം കൊന്നതാണ് എന്നാണ് പറയുന്നത്. ഇദ്ദേഹം പ്രതി ചേർക്കപ്പെട്ട എത്ര കൊലപാതക കേസുകൾ മട്ടന്നൂരുണ്ട്. കോടതിയിലെത്തുമ്പോൾ തള്ളിക്കളയും, അത് വേറെ കാര്യം. ഇദ്ദേഹത്തെ പ്രതി ചേർക്കാത്ത എത്ര കേസുകൾ അദ്ദേഹത്തിൻ്റെ പേരിൽ തന്നെ ഉണ്ട്. കൊലപാതകം മുതൽ, വധശ്രമം മുതൽ, പിന്നെ വിദ്വേഷ പ്രസംഗങ്ങൾ മുതൽ. ഈ 2022 പോലും ഉണ്ട് അദ്ദേഹത്തിനെതിരെ വിദ്വേഷ പ്രസംഗം തന്നെ കേസെടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു ക്രമസമാധാന പ്രശ്നം ഉണ്ടാക്കുന്ന ഒരാൾ, അല്ലെങ്കിൽ അല്ല എത്ര വലിയ നേതാവട്ടെ, എന്തിനാണ് ADGP നേരിട്ട് പോയി കാണുന്നത്? കണ്ടിട്ടുണ്ട് എന്ന് വത്സൻ തില്ലങ്കേരി സമ്മതിച്ചിട്ടുണ്ടെന്ന്. 4 മണിക്കൂറൊന്നും കണ്ടിട്ടില്ല, 4 മിനിറ്റ് കണ്ടുള്ളൂ. അത് എത്ര മിനിറ്റ് ആകട്ടെ. അതിന് അദ്ദേഹം കാരണം പറയുന്നത് അവിടെ വയനാട് രക്ഷാപ്രവർത്തനത്തിൽ ആംബുലൻസുകൾ തടസ്സമില്ലാതെ പോകാൻ പോലീസ് തടയാതിരിക്കാൻ വേണ്ടിയുള്ള ചർച്ചകളാണ്. അതിന് വത്സൻ തില്ലങ്കേരിയായിട്ട് സംസാരിക്കുന്നതിനാണ്. അത് അയാളുമായി സംസാരിച്ചിട്ട് വേണോ പോലീസ് തടയണോ വേണ്ടിയെന്ന് ക്രമസമാധാന ചുമതലയുള്ള ADGP തീരുമാനിക്കാൻ. ഇനി അങ്ങനെ തീരുമാനിക്കണമെന്നിരിക്കട്ടെ, അയാളെ കണ്ട് സംസാരിച്ച് തീരുമാനിക്കണമെന്നിരിക്കട്ടെ.
എവിടെയാണോ ADGP സ്റ്റേഷൻ ചെയ്ത് അയാളെ അങ്ങോട്ട് വിളിച്ചു വരുത്തുമല്ലേ ചെയ്യേണ്ടത്? ഇത് ഇയാൾ താമസിക്കുന്ന പ്രൈവറ്റ് ഹോട്ടലിൽ പോയി അവിടെ പോയി കണ്ട് സംസാരിക്കാൻ ആരാണ് വത്സൻ തില്ലങ്കേരി എന്ന് ചോദിക്കുമ്പോഴാണ് കേരളത്തിൻ്റെ ആഭ്യന്തര വകുപ്പ് ആരാണ് ഭരിക്കുന്നതെന്ന ക്വസ്റ്റ്യൻ ഉയർന്നു വരുന്നത്. അദ്ദേഹത്തിന് ശബരിമല സന്നിധാനത്തിൽ പോലീസിൻ്റെ മൈക്ക് ഉപയോഗിച്ച അണികളെ ശാന്തരാക്കാൻ കഴിയും. ക്രമസമാധാന ചുമതലയുള്ള ADGP അയാളെ വന്ന് കാണും, ഇവിടെ വരും. ഒരു മുതിർന്ന പോലീസ് ഓഫീസർ ആഭ്യന്തരമന്ത്രിയെ കാണുന്നതിൽ തെറ്റെന്താണ്? അയ്യപ്പനും കോശിനും രഞ്ജിത്ത് പറയുന്ന പോലെ ADGP ഇവിടെ വരും എന്ന് പറയാൻ പവറുള്ള ആളാണ് വത്സൻ തില്ലങ്കേരി. ഇത് സാധാരണയായ ആളുകൾക്ക് മനസ്സിലാവുന്നുണ്ട്. അതുകൊണ്ടാണ് വയനാട് CPM നേതാക്കൾ ഇത് പരാതിയായിട്ട് ഉന്നയിക്കുന്നത്. ഈ പ്രശ്നം സാധാരണ താഴെത്തട്ടിലുള്ള CPM-ൻ്റെ അണികൾക്കും CPI-യുടെ അണികൾക്കും മനസ്സിലാവും. ഈ ആഭ്യന്തര വകുപ്പ് ആരാണ് ഭരിക്കുന്നത്. ADGP MR അജിത് കുമാർ വത്സൻ തില്ലങ്കേരി വന്ന നിരവധി കേസുകളിലെ പ്രതിയായ ഒരാളെ അവിടെ പോയിരുന്ന് കാണുന്നു, അവിടെ പോയി ചെന്ന് കാണുന്നു, സംസാരിക്കുന്നു എന്ന് പറഞ്ഞാൽ ആഭ്യന്തരം ഭരിക്കുന്നത് ആരാണെന്ന് CPM-ൻ്റെ അണികൾക്ക് മനസ്സിലാവും. പക്ഷേ മുഖ്യമന്ത്രി പിണറായി വിജയന് മനസ്സിലാവില്ല. അദ്ദേഹം നിയമസഭയിൽ മറുപടി കൊടുക്കുന്നത് അത് മൈക്ക് കൊടുത്തത് അത് അണികളെ ശാന്തരാക്കാൻ വേണ്ടിയാണ്. RSS നേതാക്കളെ കാണുന്നതിന് ഇപ്പോൾ എന്താ കുഴപ്പം? RSS എന്ന് പറയുന്ന രാജ്യത്തെ ഒരു പ്രമുഖ സംഘടനയിൽ നിന്ന് നിയമസഭാ സ്പീക്കർ ചോദിക്കുന്നു. ഇങ്ങനെയൊക്കെ ചോദിക്കുന്ന ഒരു കാലത്താണ് CPM-ൻ്റെ അണികൾ കൺഫ്യൂസ്ഡ് ആവുന്നത്. ശരിക്കും ആഭ്യന്തരം ആരാണ് ഭരിക്കുന്നത് എന്ന ക്വസ്റ്റ്യൻ ഉയരുന്നത്. ഇതൊരു ചെറിയ പ്രശ്നമല്ല നൗഫൽ. ഇന്നത് കണ്ടു എന്നുള്ള വിവരം പുറത്തു വന്നു. അത് കണ്ടില്ല, അത് ചട്ടലംഘനമാണോ? അങ്ങനെ ഒരു RSS നേതാവിനെ ADGP യൂണിഫോമിലോ അല്ലാതെയോ ഔദ്യോഗിക വാഹനം ഉപയോഗിച്ചോ ഔദ്യോഗിക കൃത്യനിർവഹണ സമയത്തോ അങ്ങനെ പോകാവോ? അതിൻ്റെ ചട്ടം ലംഘിച്ചിട്ടുണ്ടോ? ഇങ്ങനെയുള്ള അന്വേഷണമാണ് ഇപ്പോൾ നടക്കുന്നത്. ADGP ചെയ്തത് എന്താണെന്ന് DGP അന്വേഷിക്കുന്നത് എന്താണ്? അദ്ദേഹം ഡ്യൂട്ടി സമയത്താണോ പോയത്? സർക്കാർ വാഹനത്തിലാണോ പോയത്? യൂണിഫോം ഇട്ടാണ് പോയത്? അതാണല്ലോ ചട്ടലംഘനം എന്ന് പറയുന്നത്. അല്ലാതെ കാണുന്നതിന് കുഴപ്പമില്ലല്ലോ. അതല്ലാത്തൊരു അന്വേഷണം ഇതിൽ വേണ്ടേ? എന്താണ് ഇവർ സംസാരിക്കുന്നത്? എന്തിനാണ് ഇവർ പോകുന്നത് എന്നൊരു അന്വേഷണം വേണമല്ലോ. ആ അന്വേഷണത്തെക്കുറിച്ചല്ലെന്ന് മുഖ്യമന്ത്രി സംസാരിക്കുന്നത്. മുഖ്യമന്ത്രി സംസാരിക്കുന്നതാണ് IPS ഓഫീസർ എന്ന നിലയ്ക്ക് ചട്ടലംഘനം നടത്തിയിട്ടുണ്ട് എങ്കിൽ അയാളെ മാറ്റി വേറെ സ്ഥലത്ത് പ്രതിഷ്ഠിക്കാം. ഇപ്പോൾ DGP കൊടുക്കുന്ന റിപ്പോർട്ടിൽ സർവീസ് ചട്ടങ്ങളൊന്നും ലംഘിച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് എടുത്ത് മാറ്റുക? RS-കാരനെ കണ്ടു എന്നുള്ളത് ഇതൊരു പൊളിറ്റിക്കൽ പ്രശ്നമാണ്. ഈ പൊളിറ്റിക്കൽ പ്രശ്നം പൊളിറ്റിക്കലായിട്ടാണ് പരിഹരിക്കേണ്ടത്. ADGP MR അജിത് കുമാർ RS-കാരെ കണ്ടോ, അല്ലെങ്കിൽ VHP നേതാവിനെ കണ്ടോ, അല്ലെങ്കിൽ മറ്റാരെയും കണ്ടോ, നാളെ അൽ-ഖ്വയ്ദ തലവനെ പോയി കണ്ടോ? ഈ കാണുന്നതിൽ സർവീസ് ചട്ടം ലംഘിച്ചിട്ടുണ്ടോ എന്നുള്ളതാണോ പ്രശ്നം? അതല്ലല്ലോ. ഇതൊരു രാഷ്ട്രീയ പ്രശ്നമാണ്. ഈ രാഷ്ട്രീയ പ്രശ്നം രാഷ്ട്രീയമായാണ് പരിഹരിക്കേണ്ടത്. അത് പരിഹരിക്കപ്പെടുന്നില്ല എന്നുള്ളതാണ് CPM-ൻ്റെ അണികൾ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം. മുഖ്യമന്ത്രി ആഭ്യന്തര വകുപ്പ് ഭരിക്കുന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെയാണോ, അതല്ല വത്സൻ തില്ലങ്കേരിയാണോ എന്ന് പ്രതിപക്ഷം ചോദിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ്. ഇതാണ് ഇതിലെ പ്രശ്നം. അപ്പോൾ ADGP കണ്ടോ കണ്ടില്ല എന്നൊരു ചട്ടമല്ല പ്രശ്നം, അതിലെ രാഷ്ട്രീയമാണ് പ്രശ്നം. യെസ്, പിണറായി വിജയൻ ഇനിയെങ്കിലും കേരളത്തിൻ്റെ ആഭ്യന്തര വകുപ്പ് ഏറ്റെടുക്കട്ടെ എന്ന് നമുക്ക് പ്രത്യാശിക്കാം.